ഹായ്. അപ്പം നമ്മളിവിടെ നിന്ന് പറയാൻ പോകുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ പറ്റിയാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡെഫിനിഷനും ആക്സസിങ് ഫംഗ്ഷനും ഫോർമൽ ആൻഡ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റിൽ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ? എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ? എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇൻ സി ഈസ് എ ഫംഗ്ഷൻ ക്രിയേറ്റഡ് ബൈ എ പ്രോഗ്രാമർ ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂഡിഎസ് ആർ യൂസ്ഫുൾ ഫോർ കോഡ് റീയൂസ് ആൻഡ് ഓർഗനൈസേഷൻ ബിക്കോസ് ദേ അലോ പ്രോഗ്രാമേഴ്സ് ടു ഡിവൈഡ് ലാർജ്. അത് യൂസ്ഫുൾ ആണ് കോഡ് റിയൂസിനും ഓർഗനൈസേഷനൊക്കെ. അത് ലാർജ് പ്രോബ്ലംസ് സ്മോളർ ആക്കാൻ വേണ്ടി നമ്മളെ പ്രോഗ്രാമേഴ്സിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ മോർ മാനേജബിൾ ആണ് ചങ്ക്സ് ഓഫ് കോഡ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് മോഡുലാരിറ്റി, കോഡ് റീയൂസബിലിറ്റി, ഇംപ്രൂവ്ഡ് റീഡബിലിറ്റി, ഈസ് ഓഫ് മെയിൻ്റെനൻസ്, ഓവറോൾ കോഡ് എഫിഷ്യൻസി. ഇപ്പോൾ ആക്സസിങ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ എന്നുള്ളത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ടെൽസ് ദ കമ്പൈലർ അബൌട്ട് എ ഫംഗ്ഷൻസ് നെയിം, റിട്ടേൺ ടൈപ്പ് ആൻഡ് പാരാമീറ്റേഴ്സ്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പേര് വായിക്കുന്നത് മനസ്സിലാവും. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് ഇൻറ്റ് മൾട്ടിപ്ലൈ. ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ പാർട്ട് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ദ ഫോർമൽ പാരാമീറ്റേഴ്സ്. ദ പാർട്ട് ഓഫ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഇൻറ്റ് മൾട്ടിപ്ലൈ ആണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഫംഗ്ഷൻ കോള് എന്ന് പറയുമ്പോൾ ദ പാർട്ട് ഓഫ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ദ ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് കാണാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഫംഗ്ഷൻ കോള്. ഫോർമൽ പാരാമീറ്റേഴ്സ് ആണെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷൻ നമ്മൾ ഉപയോഗിക്കും. ഫോർമൽ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത് വാല്യൂസ് പാസ്ഡ് ടു എ ഫംഗ്ഷൻ വെൻ ഇറ്റ് ഈസ് കോൾഡ്. വാല്യൂസ് ആവശ്യമുള്ളപ്പം ആ ഫംഗ്ഷനിലേക്ക് ആഡ് ആക്കും പാസ്ഡ്. ദീസ് ക്യാൻ ബി ഇൻ നമ്പേഴ്സ്, എക്സ്പ്രഷൻ ഓർ ഈവൻ ഫംഗ്ഷൻ കോൾസ്. അത് നമ്പേഴ്സോ എക്സ്പ്രഷനോ ഫംഗ്ഷൻ കോൾസ് എന്തോ ആവാം, എന്തല്ല ഈ മൂന്നും. ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ദ വേരിയബിൾസ് ഡിക്ലെയർഡ് ഇൻ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. വേരിയബിൾസ്, ഫംഗ്ഷനിൽ ഉണ്ടാവുന്ന വേരിയബിൾസ് ഉണ്ടാവുമല്ലോ അത്. ദീസ് വേരിയബിൾസ് റിസീവ് ദ വാല്യൂസ് ഓഫ് ദ ആക്ച്വൽ പാരാമീറ്റേഴ്സ് വെൻ ദ ഫംഗ്ഷൻ ഈസ് കോൾഡ്. ദീസ് വേരിയബിൾസ് റിസീവ് വാല്യൂ ഓഫ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ആക്ച്വൽ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ റീഡ് ചെയ്യുന്നതാണ് ഫംഗ്ഷൻ പാരാമീറ്റേഴ്സ് വെൻ ദ ഫംഗ്ഷൻ ഈസ് കോൾഡ്. ദീസ് വേരിയബിൾസ് റിസീവ്